നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാമേ. അത് കണ്ട് ഞാൻ സുസ്മിതയെ നാലായി വിളിച്ചു. അപ്പോഴേക്കും ഇവളെന്റെ അടുത്തേക്ക് ഓടി വന്നു അമ്മേ. വിഷ്ണുവിനോടും ശാലിനോടൊക്കെ വിവരം പറയാൻ ഓടി എന്നെ തടയാനായിരുന്നു ഇവളുടെ ശ്രമം. എങ്ങോട്ടായി ഓടുന്നേ? രോഹിത് ആ സൂയിസൈഡ് പോയിന്റിന്റെ താഴേക്ക് വീണ് പ്രീതി. പക്ഷേ ഞാൻ ആവുന്ന നോക്കിയതാ. പക്ഷേ ചതിക്കുന്നേ പ്രീതി. എല്ലാം കണ്ടടി. നിനക്ക് രക്ഷയില്ല. ഞാൻ എല്ലാവരോടും പറയും. പ്ലീസ് വിഷ്ണുട്ടാ, ശാലിനി പ്രീതി പറയില്ലേ? ശാലിനി പ്രീതി എന്താണ് വിഷ്ണുട്ടാ? പാറയിൽ തലയിടിച്ച് വീടില്ലായിരുന്നെങ്കിൽ ഇവൾ അന്നേ പിടിയിലാവുമായിരുന്നു. കല്ലില് തലയിടിച്ച് പാതി ബോധത്തിൽ കിടന്ന എന്നോട് ഇവിടെ ചെയ്തതെന്താണെന്ന് അമ്മയ്ക്ക് അറിയോ? പകയോടെ എന്റെ തലയെടുത്ത് കല്ലില് തല പലവട്ട ഞാൻ ഇടിച്ചു. അയ്യോ, കോമയിലേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപ് ആദ്യ ബോധത്തില് ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നടി. ഞാൻ പ്രീതി കൊല്ലുന്നില്ല ഞാൻ. ഇവിടെ തന്നെ അമ്മ രൂപത്തിനെ കൊല്ലാൻ നോക്കിയത് അല്ല. എന്നെ കോമയിലാക്കി കിടത്തിയതും എന്റെ കുഞ്ഞിനെ ഒതച്ചതും എല്ലാം ഇവൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം. ഇത് തന്നെ അവസരം. ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല. ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ എന്നെ കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.